ഓട്ടോമാറ്റിക്കലി തുറക്കാം. അപ്പൊ അഭിലാഷ് ഭായിന്റെ പുതിയ കണ്ടുപിടുത്താണ്. അതാണ് ബേസിക്കലി കാണേണ്ടത്. ഒരു എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഈഗോ വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ, ഡേ 11. ഇന്ന് ഞാനത് ഏർലി മോർണിംഗ് ഒന്നുമല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റായി എഴുന്നേക്കും. കാരണം കുറച്ച് ദിവസമായിട്ട് നല്ല ബോഡി ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, നല്ല തലവേദന, അതുപോലെ തന്നെ നല്ല തൊണ്ടവേദന ഒക്കെ ആയിട്ട് ഇടങ്ങേറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റാണ് ഇന്ന് എഴുന്നേക്കാൻ. ഓക്കെ, ഞാൻ ടൈ ഗ്ലോബൽ, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് ടൈ ഗ്ലോബലിൻ്റെ പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ 2 ദിവസത്തെ കഥയാണ് ഡേ 11 പറയുന്നത്. കാരണം 2 ദിവസം ഏകദേശം സിമിലർ സ്റ്റോറീസാണ് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുക്കാഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ടൈ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ലേറ്റായിപ്പോയി. ഓക്കെ, സോ ഫസ്റ്റ് ഡേയിൽ ഞാൻ ടൈയിൽ പോയി. അത്യാവശ്യം എന്താണ് അവിടെ ഈ ടൈ ഗ്ലോബിലൊരു എനിക്കൊരു പ്രീമിയം ഇവൻ്റ് ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവൻറ്റിനേക്കാളും കുറച്ച് ആളുകൾ കുറവാണ് ഈ പ്രാവശ്യത്തെ ടൈയുടെ ഇവൻറ്റിന്. അത്ര പാർട്ടിസിപ്പൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഒരു ഫുൾഫില്ലാക്കിയിട്ടില്ല ഒരു പ്രാവശ്യം ഹയാത്തിൽ നടന്നത്. പക്ഷേ ഓവറോൾ നല്ല നെറ്റ്വർക്ക്സ്, നല്ല കണക്ഷൻ കിട്ടാൻ ഹെൽപ്ഫുള്ളായിരുന്നു ടൈയുടെ ഇവൻറ്റ് പ്രാവശ്യത്തെ. കാരണം അത്ര തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ, അത്ര വലിയ ക്രൗഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 5-10 പേരെ സംസാരിച്ച് കണക്ട് ചെയ്ത് പരസ്പരം കോണ്ടാക്റ്റ് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പുതിയ കണക്ഷനാണ്. കൊച്ചിയിലേക്ക് വന്നതിൽ കൊച്ചിയിലുള്ള കുറച്ച് ബിസിനസ് ഓൺടർപ്രണേഴ്സിന് കണക്ട് ചെയ്യാനും അവരുമായിട്ടുള്ള ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളതാണ്. സോ ബേസിക്കലി നമ്മളൊരു ഇവൻറ്റിന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അവിടെ പോയിട്ട് വെറുതെ കുറേ പരിപാടികളൊക്കെ കണ്ട് നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ലേൺ ചെയ്യാനുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ബന്ധങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഓരോ നെറ്റ്വർക്ക് ഇവൻറ്റ്സിലും. വെറുതെ ചെറുപറ വിസിറ്റിംഗ് കാർഡ് കൊടുക്കാതെ ആ കോണ്ടാക്ട് നമ്പർ സേവ് ചെയ്ത് സേവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും നമ്മുടെ ബിസിനസ് സെല്ല് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ഡൊമൈൻ എന്താണ്, നമ്മുടെ എക്സ്പെർട്ടൈസ് എന്താണ് എന്നുള്ളത് അവരെ നമ്മൾ പതിയെ നമ്മുടെ സ്റ്റാറ്റസിലൂടെയും നമ്മുടെ മെസ്സേജസിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് വൺസ് നീഡ് വന്നു കഴിഞ്ഞാൽ ദേ ഷുഡ് റെക്കമെൻഡ് അസ്. അതർവൈസ് അല്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് ചൂസ് ചെയ്യാൻ അത് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡേ 1 ടൈൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അന്ന് പോയി തിരിച്ചു വന്ന് ഞാൻ നേരെ നമ്മുടെ നിയാസ് ബ്രോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. നിയാസ് ബ്രോയുടെ ഫ്ലാറ്റ് അവിടെ തന്നെയാണ്, DLF-ൽ തന്നെയാണ്. അപ്പോൾ അവിടെ പോയി, അവിടെ അശ്വിൻ ബ്രോ ഉണ്ടായിരുന്നു, അശ്വിൻ മാടപ്പള്ളി, യൂട്യൂബർ. അപ്പം അശ്വിൻ മാടപ്പള്ളിയായിട്ടിരുന്നു, സംസാരിച്ചു. ഞങ്ങൾ ഒരുപാട് നേരെ സംസാരിച്ചു. ഒരു 1 o'clock ആയി റൂമിലേക്ക് എത്തി. അങ്ങനെ ടോപ്പിക്സ് കംപ്ലീറ്റ്ലി ക്രിപ്റ്റോയും അതുപോലെ തന്നെ ട്രേഡിങ്ങും ഒക്കെ ആയിരുന്നു. ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന പേ ഔട്ടും ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോകളും ഒക്കെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് നേരെ കിടന്നു. ഒന്നിനും പറ്റിയില്ല, കാരണം നല്ല ടയർഡായിരുന്നു. അങ്ങനെ ഇന്നലെ ടൈ ഗ്ലോബൽ നല്ല കുഴപ്പമില്ലാതെ ഞാൻ നിയാസിനെ കൂട്ടി പോകുന്ന സമയത്ത് നിയാസ് നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം എവറി മോർണിംഗ് ഞാൻ പറഞ്ഞില്ല, എവറി മോർണിംഗ് ഞങ്ങളൊരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. അപ്പം മോർണിംഗ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എവിടേക്ക് ഇറങ്ങാറുള്ളൂ. ഇതിൻ്റെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. ബാക്കി അപ്പം മോർണിംഗ് മീറ്റിംഗ് ഒരു 10:30 അല്ലെങ്കിൽ 11 o'clock ഉള്ളിൽ എന്തായാലും ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ 11 o'clock വെക്കാറുള്ളൂ. അല്ലെങ്കിൽ 10 to 10:30 ആ റേഞ്ചിൽ നമ്മൾ വെക്കാറുണ്ട്. അപ്പം 10:15 ആയപ്പോൾ നമ്മൾ 10:30 ഇന്നലെ നമ്മൾ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്. ആ ക്ലയൻസിൻ്റെ കറൻ്റ് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, അതുപോലെ തന്നെ എന്താണ് അവരുടെ പ്രോഗ്രസ്സസ്, അവരുടെ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് പോകുന്നത്,
പിന്നെ എവിടെയെങ്കിലും റോഡ് ബ്ലോക്ക്സ് നമ്മുടെ ടീമിനുണ്ടോ, ആ റോഡ് ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ അതിലെന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ ബാലൻസ് ഉള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മോർണിംഗ് മീറ്റിങ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് അവിടെ ഒരുപാട് ക്ലാരിറ്റി കൊടുക്കാനുണ്ടാവും, നമ്മുടെ ടീമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബേസിക്കലി നമ്മളെല്ലാവർക്കും അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അത് നമ്മൾ ചോദിക്കും, ചിലരും ഉണ്ടാതിരിക്കും, അത് ചിലർ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ കാര്യങ്ങളിൽ കൺസേൺസ് ഉള്ള ആളുകളായിരിക്കും നമ്മളെ കൂടെ ലോങ് ടേമിലേക്ക് എപ്പോഴും ഉണ്ടാവുക. അപ്പം എപ്പോഴും നമ്മളെ കൂടെ ലോങ് ടേമിലേക്ക് ഉണ്ടാകുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളാണ്. അപ്പം ഇതൊരു പ്രാക്ടീസാണ്, ഇത് എല്ലാ കമ്പനിയും ഡെയിലി മോർണിംഗിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. അതേപോലെ തന്നെ ഞങ്ങളെ ക്ലയൻസിനൊക്കെ മോർണിംഗിൽ ഡെയിലി ഒരു മെസ്സേജ്, മോർണിംഗ് അപ്ഡേറ്റ്സ്, ഓൺ ഗോയിങ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട്. അത് എന്ത് വർക്ക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് വർക്ക്സ് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഓൺ ഗോയിങ് അപ്ഡേറ്റ്സ് പോകും. അതേപോലെ ഞങ്ങൾ മന്ത്ലി 5 ഓഫ് ഡേയ്സ് ആണുള്ളത്. ഒരു സെക്കൻഡ് സാറ്റർഡേ, ബാക്കി സൺഡേ ആണ് നമ്മൾ കമ്പനി ഇപ്പോൾ ഓഫ് ഡേയ്സ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു സിക്ക് ലീവ് ഞങ്ങൾ ടീമിന് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും കേസ് ഇനി എമർജൻസി, മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ സിക്ക് ലീവ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കമ്പനിയുടെ ഒരു പ്രോഗ്രസ്സും പ്രോസസ്സും ഒക്കെ. സോ ടൈൽ ഞാൻ അതുപോലെ തന്നെ ടൈൽ പോയതിന് ശേഷം നിയാസിനായിട്ടാണ് പോയത്. അപ്പോൾ നിയാസിനെ ഒരുപാട് ആളുകൾക്ക്, ബിസിനസ് ഓണേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തി കൊടുത്ത് ഞാൻ പല ആളുകളിലും കണ്ടിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, അതായത് ഈഗോ ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തെന്ന് വിചാരിക്കാം, നമ്മുടെ ഒരു സർക്കിളിലേക്ക് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തെന്ന് വിചാരിക്കാം. ആ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് സേവ് ചെയ്യുകയും അവരുമായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആവുകയും അവരുമായിട്ട് കൂടുതൽ എന്താ പറയുക കണക്റ്റ് ആവുകയും ചെയ്യുമ്പോൾ നോർമലി ആളുകൾക്കൊരു എന്തുണ്ട്, ഒരു ഈഗോ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ബേസിക്കലി ആ ഈഗോൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വന്നാട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഈഗോ ഉണ്ടായിട്ടൊരു കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾക്ക് ഒരാളെ അതൊരു ശരിക്കും നമ്മളാണ് അത് പരിചയപ്പെടുത്തി കൊടുത്തെന്നുള്ളൊരു തോട്ടമൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇവരെ പരിചയപ്പെട്ട് ആരൊക്കെയോ നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ത്രൂ ഒരാൾക്ക് ബിസിനസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ഈഗോ അടിക്കേണ്ട ആവശ്യം? കാരണം ആ ഒരാൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കും അതിലൂടെ നമ്മൾ ഇന്ന് വിതയ്ക്കുന്നതായിരിക്കും നാളെ നമുക്ക് ഇന്ന് റിട്ടേൺസ് അല്ലേ. ഇന്ന് വിതച്ചാൽ നാളെ കൊയ്യാന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ അവർക്ക് നല്ലത് ചെയ്താൽ അവർ നമുക്ക് നാളെ നല്ലത് ചെയ്യില്ല എന്ന് ആര് കണ്ടു. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺസ്. അതാണ് എൻ്റെ ഒരു പോളിസി. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആളുകളെ ഹെൽപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ആരെടുത്തും ഫിനാൻഷ്യലി ഇപ്പോൾ ഒരാളോട് 10 ലക്ഷം റുപ്യ കടം ചോദിച്ചു കഴിഞ്ഞാൽ ആരെടുത്തും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അതിനിപ്പോൾ അംബാനിയോട് ചോദിച്ചാൽ പോലും കിട്ടണമെന്നില്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ 10,000 ചോദിച്ചാലും പ്രത്യേകിച്ച് കിട്ടണമെന്നില്ല. കാരണം അത്രയും എല്ലാവരും വൻ ടൈറ്റിലാണ്. ഈ ഒരു ഫിനാൻഷ്യൽസ് ഇപ്പോൾ നല്ല ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് എന്താ പറയുക മന്ദഗതിയിലാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ അടിപൊളിയായിട്ട്, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു വ്ളോഗിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വ്ളോഗ് ഇടുന്നു, നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, നമ്മളൊന്നും ഒരിക്കലും നമ്മൾ പേഴ്സണൽ ഫണ്ട് വെച്ചിട്ടായിരിക്കില്ല പോകുന്നുണ്ടാവുക. നമ്മൾ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഫണ്ടിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സേവിങ്സിൽ നിന്നൊന്നും അല്ല നമ്മുടെ അടുത്ത് പോകുന്നുണ്ടാവുക. ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ സേവിങ്സ് എന്ന് പറയുന്നത് വളരെ ലെസ്സായിരിക്കും. അയാളുടെ കണക്ഷൻ ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ സേവിങ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലക്ച്വേഷനാണ്. ഈ ട്രേഡിംഗ് ഒക്കെ പോലെയാണ്, എപ്പോഴാണ് എന്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണേ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ അങ്ങനെ എല്ലാവരും ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിലൂടെ അവർക്കൊരു നെറ്റ്വർക്ക്സ് ഉണ്ടാകുക. അവർ നാളെ പുതിയ ആളുകൾ പരിചയപ്പെടുമ്പോൾ നമ്മളെ കാണുന്ന സമയത്ത് നമുക്കും പരിചയപ്പെടുത്തി തരും, ആ ഒരു ഈഗോ ഇല്ലാതെ. സോ അതാണ് ബേസിക്കലി കാണേണ്ടത്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഈഗോ വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. മറ്റുള്ളവരെ പറ്റി ചിലപ്പോൾ നമ്മളെ പോണ വഴിക്ക് നമ്മളെ നല്ല രീതിയിൽ താഴ്ത്തി കെട്ടിയ ആളുകളുണ്ടാവും, നമുക്ക് പണി തന്ന ആളുകളുണ്ടാവും. അപ്പം അവരെ പറ്റിയിട്ട് നാളെ ഒരാൾ ചോദിക്കുന്ന സമയത്ത് വളരെ ക്ലോസ്ഡ് സർക്കിളിലൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും, എനിക്ക് പണി തന്ന ആളാണ് എന്ന് പറയുമെങ്കിലും അവൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അവൻ കഴിവുണ്ട് എന്ന് തന്നെ പറയണം. അതാണ് നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ്. അങ്ങനെ പറയേ പറ്റൂ. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ നമ്മളൊരാളെ പറ്റിയിട്ട് അയാളില്ലാത്ത സമയത്ത് അയാളെ പറ്റി കുറ്റം പറയുന്നതെന്ന് പറയുന്നത് അതിനും വലിയൊരു
മോശമായിട്ടുള്ളൊരു പ്രവൃത്തി ഇല്ല. നമ്മളൊരാളെ പറ്റിയിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അയാൾ വെറും നായാണ് അല്ലെങ്കിൽ ഇവൻ ചെറ്റയാണെന്നൊക്കെ നമ്മൾ മുമ്പിൽ തമാശയൊക്കെ പറയുന്ന പോലെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അവനില്ലാത്ത സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത് നമ്മൾ അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. അപ്പം അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറയാണ്. ഞാൻ പലപ്പോഴും എന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരാളില്ലാത്ത സമയത്ത് ഒരാളെ പറ്റി കുറ്റം പറയുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നെപ്പറ്റി സംബന്ധിച്ചിടത്തോളം അതൊരു ഇറിറ്റേഷനാണ്. എന്നോടൊരാൾ പറയുകയാണെങ്കിലും പറയും നിർത്തിക്കാന്ന് പറയും. കാരണം വെച്ചാൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യം എന്താണ്? നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫുണ്ട്, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച് സംസാരിച്ച് കൺസേൺ ആവേണ്ട ആവശ്യം എന്താണുള്ളത്? സോ എനിവേ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഫൈനൽ ചെയ്യാം. അപ്പം ഞാൻ നിയാസും കൂടിയാണ് ടൈലിൽ പോയി ഞാൻ അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫർദർ ഒരു 1-2 ആളുകളെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഡേ 1 ടൈ, ഡേ 2 ടൈൽ. ഇന്ന് 11ാമത്തെ ദിവസം ഈ വീഡിയോ ഇടുമ്പം ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. കാരണം എൻ്റെ ടീം, എൻ്റെ കമ്പനികൾ, എൻ്റെ എല്ലാ ആളുകളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ DXito കോഡ് ക്ലബ്ബ് നമ്മൾ കൊച്ചിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. കോഴിക്കോട് നിന്ന് കോഡ് ക്ലബ്ബ് ഇനി കൊച്ചിയിലായിരിക്കും ഉണ്ടാവുക. കംപ്ലീറ്റ് വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സർവീസസ് ആണ് ഇപ്പോൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ വി ആർ ബിൽഡിങ് അവർ ഓൺ SaaS products to the market. Let's see, inshallah. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങളുടെ അടുത്ത് നല്ല ടീമോ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഫർ ചെയ്യാം. We will be there, help you. Thank you very much. See you soon. Bye. വീണ്ടും കാണാം.